ആണുങ്ങൾ പെണ്ണുങ്ങളെ പലപ്പോഴും ഒബ്ജക്ടിഫൈ ചെയ്യാറുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അതിന്റെ പ്രധാന കാരണം എന്തായിരിക്കും? അങ്ങനെ പ്രധാന കാരണം ലൈക്ക് നമ്മുടെ ഹിസ്റ്ററി എടുത്ത് നോക്കുവാണെങ്കിൽ അതിലൊക്കെ ഉള്ളൊരു രീതി മൊത്തം നോക്കുവാണെങ്കിൽ മലയാളം സിനിമയാണെങ്കിലും സിനിമ ഇൻഡസ്ട്രി ആണെങ്കിലും ഇതാ ഓണത്തിന് ഞാൻ ഇങ്ങനെ ഒരുങ്ങിയതിനാണ് ഞാൻ ഈ കളർ സാരി ഉടുക്കണം എന്തിനെന്ന് ചോദിച്ചത്. മനസ്സിലായി, ഞാൻ ഭർത്താവില്ലാത്ത സ്ത്രീയല്ലേ, ഞാൻ എന്തിനാ ഇങ്ങനെ കളർ സാരി ഉടുക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചു. പിന്നെ ഞാനൊരു കാര്യം പറയാട്ടോ, തുറന്നു പറയാം. ഞാൻ അതിന്റെ വീഡിയോ ചെയ്തിരുന്നു. കണ്ടായിരുന്നോ? അതും 1.2 മില്യൺ കണ്ടോ കിട്ടിയായിരുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ ചില കമന്റ് ഇടുന്ന ആൾക്കാരുണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ വന്ന് എന്ത് കണ്ടാലും കമന്റ് ഇടുന്ന ആൾക്കാരുണ്ട്. അതല്ല സുഹൃത്തെ, ഇടുന്നുണ്ട്. പക്ഷെ എനിക്ക് ചിലതെന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാനും നമ്മുടെ കൂട്ടുകാരികൾ ആരെങ്കിലുമൊക്കെ ആയിട്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പൊ കുറെ തെറി കാര്യങ്ങളൊക്കെ ആയിട്ട് കുറെ ആൾക്കാർ വരുന്നു. പക്ഷെ ഇവിടെ ഷെഡിയും ബ്രായും മാത്രം ഇട്ട് നിൽക്കുന്ന പല ഫോട്ടോസിന്റെ താഴെ ഞാൻ നോക്കുമ്പോൾ ലവ് ചിഹ്ന, ഒരു തെറിയില്ല. അതായത് മാന്യമായ ഡ്രസ്സ് ധരിച്ചിട്ടായിരിക്കും എന്തെങ്കിലും ഒരു കയ്യെ പിടിച്ച് കറക്കുന്നു എന്തെങ്കിലും വീഡിയോ ചെയ്യുന്നത്, അതിന്റെ അടിയിൽ തെറി. ഇതുപോലത്തെ വൾഗറായ ഫോട്ടോസിന്റെ താഴെ ലവ് ചിഹ്നം. മോഡലിംഗ് അല്ല, അതെന്താണ് എന്ന് എനിക്കിതുവരെ ഒന്നും മനസ്സിലാവുന്നില്ല. നിങ്ങളും അങ്ങനെ തന്നെയാണല്ലോ ട്രീറ്റ് ചെയ്യുന്നത്, എനിക്ക് അങ്ങനെ തോന്നിയിരിക്കുന്നത്. അതല്ല പറഞ്ഞേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒബ്ജക്ടിഫൈ ചെയ്യാനല്ലേ നിങ്ങൾ അത്തരത്തിലുള്ള. അതല്ല ഞാൻ പറഞ്ഞത്, അതായത് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നി. അതല്ല, അതിനെ കുറിച്ച് ഞാൻ പറയാം. അങ്ങനെ ചെയ്യുന്ന പറയുന്നത് നമുക്കൊരു വലിയൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. ലക്ഷ്യത്തിലേക്ക് അടുത്ത വർഷത്തേക്ക് എത്തുമെന്നുള്ള രീതിയിലാണ് ഞാൻ ഇരിക്കുന്നത്. ഞാൻ സമ്മതിച്ചത് അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യം. പക്ഷെ നിങ്ങൾ അവിടെയും ചെയ്യുന്നത് വിമനെ ഒബ്ജക്ടിഫൈ ചെയ്യാന്നുള്ള ഒറ്റ സംഭവം തന്നെ. പക്ഷെ നമ്മൾ അവരെ ഒരു ഇത് വീഡിയോ ചെയ്യുന്നു പറഞ്ഞാൽ അത്ര ഇതല്ല. പക്ഷെ ഞാൻ പറഞ്ഞൊരു ഉദാഹരണം പറഞ്ഞു, അവർക്ക് വരുന്ന കമന്റ് എന്താണ്, നിങ്ങൾ കൂടെ ചെയ്യുന്നവർ അങ്ങനത്തെ തരത്തില് വീഡിയോ ചെയ്യുമ്പോഴും അവർക്ക് വരുന്ന കമന്റും നെഗറ്റീവ് തന്നെയാ. ഇവിടെ പോസിറ്റീവ് വരുന്നില്ലോ. എല്ലാവരും ഇപ്പൊ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർക്കും നെഗറ്റീവ് അല്ലേ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു നല്ല ആർട്ടിസ്റ്റുകൾക്ക്, അതായത് ചാരിറ്റി ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഇത് തന്നെയാണോ? എന്തോ വ്യത്യാസം ഉണ്ടല്ലോ. നിങ്ങൾ പറയുന്നത് നിങ്ങൾ അങ്ങനത്തെ ഉദ്ദേശത്തിലല്ല ചെയ്യുന്നത്, പക്ഷെ നിങ്ങളും ഒരു തരത്തില് വിമൻ ഒബ്ജക്ടിഫൈ ചെയ്യാൻ തന്നെയാണ് ചെയ്യുന്നത്. മനസ്സിലായി. അപ്പോൾ നമസ്കാരം. അപ്പോൾ എന്തായാലും സന്തോഷം. കാരണം നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരി കണ്ണകിയുടെ ഒരു എന്താ പറയുക, അടുത്തിടെ ഒരുപാട് സങ്കടം വന്നു. കാരണം എന്ന് വെച്ചാൽ ചിരിച്ചുകൊണ്ട് നമ്മളെ കരയിപ്പിച്ചു ഉള്ള കാര്യം പറയാൻ. അപ്പോൾ ഞാൻ പറയും, ഇപ്പോൾ ഞാനൊക്കെ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ 2 സിനിമ ചെയ്യാൻ സാധിച്ചത് കേട്ടോ. ഗുലാൻ്റെ തട്ടുകട എന്ന് പറഞ്ഞ മൂവി, പിന്നെ അതുപോലെ തന്നെ പ്ലാൻ എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞ ദിവസം ഷൂട്ട് കഴിഞ്ഞു. അപ്പോൾ അതെല്ലാം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തളർത്താൻ വേണ്ടി ഒരുപാട് പേര് നോക്കും. അതിൽ നിന്നിട്ട് ഒരു കാര്യമില്ല. അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ലക്ഷ്യത്തിലെത്തുമ്പോൾ നമ്മളെ ചവിട്ടി എറിഞ്ഞവരുണ്ടല്ലോ, തീർച്ചയായിട്ടും ഒരു നിമിഷമെങ്കിലും ഓർക്കും, ഇത് എൻ്റെ വൈഫാലോ അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവളായിരുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ അവരുടെ ഉള്ളിലൊരു നീറലുണ്ടാവും. മനസ്സിലായില്ലേ? അത് നമ്മൾ തെളിയിച്ചു കൊടുക്കുക. അപ്പോൾ എന്തായാലും ഇയാൾ നല്ല സോഷ്യൽ പ്രവർത്തനങ്ങളും ചാരിറ്റിയൊക്കെ ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട്. ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിതായിട്ട് പറഞ്ഞല്ല, ഞാൻ വ്യക്തിപരമായിട്ട് വീഡിയോസ് കാര്യങ്ങൾ കാണുന്നതുകൊണ്ട് നമ്മൾ പറഞ്ഞതാണ്. എന്തായാലും മുന്നോട്ട് പോട്ടെ, നല്ല ലക്ഷ്യത്തോടെ മുന്നോട്ട് പോട്ടെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വിഷമങ്ങൾ ഒതുക്കിയാണ് അല്ലേ? എനിക്ക് വിഷമമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ അമ്മ മരിച്ചു പോയി കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ, ചേട്ടാ അതിന് പറയണ്ട, ഞാൻ കരഞ്ഞു പോകുന്നു പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും അമ്മയില്ല, അങ്ങനെ എന്തോ അല്ലേ വിളിച്ചു കഴിഞ്ഞപ്പോൾ പറയാം. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു, പിന്നെ എൻ്റെ അമ്മ മരിച്ചപ്പോൾ ഒരുപാട് പേര് വന്നു. ആ കൂട്ടത്തിൽ ഞാൻ ഒരാൾ വന്നപ്പോൾ ഞെട്ടിപ്പോയി. നമ്മുടെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിനെ കാമവാഹിനി എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ ഒരു സുഹൃത്താണ് കാമവാഹിനി സോഷ്യൽ മീഡിയയിൽ. പക്ഷെ അവർ ആ ഒരു സംഭവം അറിഞ്ഞപ്പോൾ അത്ര ദൂരേന്ന് എൻ്റെ വീട്ടിൽ വന്നു. അപ്പോൾ എനിക്കത് ഭയങ്കര ഇതായിപ്പോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിലാഷണം നോക്കണ്ട, ഞങ്ങൾ വന്നിട്ടാ പോവുള്ളൂ. ഒരു നല്ല മനസ്സിനോട്ടമ്മ എന്നെ വ്യക്തിപരമായിട്ട് അവർ വന്നിട്ട് ചെറിയ സഹായവും ചെയ്തിട്ട് പോയി. അതൊക്കെ നമുക്കൊരു, അതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഓപ്പണായിട്ട് പറയാം. ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ചില ആളുകളുണ്ട് അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു, പക്ഷെ അവരുടെയൊക്കെ ഉള്ളിൽ ഒരുപാട് നന്മയുണ്ട് അല്ലേ? പക്ഷേ ആ നന്മ ആരും കാണുന്നില്ല. മനസ്സിലായില്ലേ? അവർക്ക് കിട്ടുന്ന പൈസ കൊണ്ട് പല സഹായങ്ങളും ചെയ്യണ്ട, അവർ പറഞ്ഞോണമെന്നല്ലായിരിക്കും ചെയ്യണത്. അതൊന്നും പണം എന്ന് പറഞ്ഞ ഒരു വലിയൊരു ഘടകം തന്നെയാണ്. അത് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യം തന്നെയാണ്. അപ്പം ഞാൻ പറയാതെ എന്തായാലും മുന്നോട്ട് നല്ല രീതിയിൽ പോവുക, ഒരു ലക്ഷ്യത്തിലെത്തും. ഫുൾ സപ്പോർട്ടായിട്ട് നമ്മളൊക്കെ കൂടെ ഉണ്ടാവും അല്ലേ? എന്താ രാജശ്രീക്ക് പറയാനുള്ളത്? ഇങ്ങനെ സിംഗിൾ ആയിട്ട് താമസിക്കുന്ന ഒരാള് എന്ന നിലയിൽ എന്താ പെൺകുട്ടികളോട് പറയാനുള്ളത്? യൂസ് ചെയ്യാൻ വേണ്ടി നിന്ന് കൊടുക്കരുത്, അറിഞ്ഞും കൊണ്ട്. എന്നെ പോലെ ഇങ്ങനെ ഡിഫെൻഡ് ചെയ്ത് ഇങ്ങനെ പോണം. എന്റെ ഇരട്ട പേര് വരാലെന്നാണ് കേട്ടു. വരാല? ഓ, നേരല്ല മൊഴിന്ന് നമ്മളാണെന്ന
മുടിയാണി പിടിച്ചാ കിട്ട തെന്നി പോവാ. വരാല് പിന്നെയും പിടിക്കാം, ഒരു കടി കേൾക്കുന്നു മാത്രമേ ഉള്ളൂ. നല്ല സ്ട്രഗിൾ ഉണ്ട്. ഒറ്റയ്ക്ക് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്, എനിക്കറിയാം. തീർച്ചയായിട്ടും അപ്പം എന്താന്ന് വെച്ചാൽ കുറച്ചൊക്കെ ബോൾഡ് ആവുക. ഇന്നത്തെ കാലത്തെ ഉള്ള പെൺകുട്ടികളോടാണ് പറയാനുള്ളത്. നിങ്ങൾ ഒന്നിൽ കൂടുതൽ ബന്ധങ്ങൾ സ്ഥാപിച്ചു വെച്ചിട്ടുള്ളവരെന്ന് എനിക്കറിയാം. എന്റെ കൂടെ താമസിക്കുന്നവർക്ക് തന്നെ ഒന്നിൽ കൂടുതൽ ബന്ധങ്ങളുണ്ട്. ആക്ച്വലി അവരത് പറയുന്നത് അവർക്ക് സമയം പോകാനാണെന്ന്, ബോറടി മാറ്റാനാണെന്നുള്ളതാണ്. ഇപ്പം ഒരാളുടെ കൂടെ ഇരുന്ന് അത് യൂസ് ചെയ്യുവാണെങ്കിൽ അടുത്ത ആളുടെ കൂടെ അവര് വേറെ വൈബിനാണ് പോകുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോ എന്താണ്, അപ്പം ഇതിൽ ശരിക്കും നിങ്ങൾ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ട്? ഇല്ല. എല്ലാവർക്കും സിറ്റുവേഷൻഷിപ്പ് എന്നുള്ള സാധനമാണ് ഇപ്പൊ എസ്റ്റാബ്ലിഷ്മെന്റ് ആയിട്ട് ഇരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു പുരുഷനെയും ആരും യൂസ് ചെയ്യരുത്, ഒരു സ്ത്രീകളെയും അങ്ങനെ മോശമായിട്ട് കാണുകയും ചെയ്യരുത്. അത്രേ ഉള്ളൂ. ആരുടെ ഇമോഷൻ വെച്ച്, മെയിൻ ആയിട്ട് മെന്റൽ ഇമോഷൻസ് വെച്ച് കളിക്കരുത്. നമ്മുടെ സൈക്കിക്ക് പോട്ടെ, നമ്മുടെ ഫിസിയോ ആയിട്ട് യൂസ് ചെയ്യുന്ന എല്ലാം പോട്ടെ, അത് നമ്മുടെ ആ ഒരു യെസ് നോ ആ ഒരു 2 വാക്കിൽ തീരുന്നു. പക്ഷെ ഒരിക്കലും ഒരാളുടെ പേഴ്സണൽ ഇമോഷൻ വെച്ച് ആരും കളിക്കരുത്. അത്ര പറയാനുള്ളൂ, വേറൊന്നും പറയാനില്ല. അപ്പൊ എന്തായാലും എല്ലാവർക്കും സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അഭിലാഷ് ആട്ടയം ഫ്രം മൂവാറ്റുപുഴ. താങ്ക്സ്. ബൈ ബൈ. മന്ദാകിനി ഫ്രം കണ്ണകി ഫ്രം കൊച്ചി, എടപ്പള്ളി.